8ാം ക്ലാസ്സിലെ ഓരോ മക്കളും ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിലബസ് ആകെ മാറിയിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെ ഹൈസ്കൂളിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് വന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഇപ്പൊ എന്താണ് സംഭവിച്ചത്, നിങ്ങൾ ഏതൊരു അവസ്ഥയിലാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കമന്റ് ചെയ്യുക. അതായത് ഈ ഓണം എക്സാമിന് ശേഷം ഇപ്പൊ എന്താ നിങ്ങൾ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വന്നിട്ട് എന്തോ ഒന്നും നടക്കാത്ത രീതിയിലാണ് ഇപ്പം ഒരു 99% കുട്ടികൾ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം അത് നിങ്ങളുടെ പ്രശ്നമല്ല. എന്താ, സിലബസ് അങ്ങ് മാറിയിട്ടുണ്ട്. സിലബസ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നല്ല മാറ്റം സിലബസിൽ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരുപാട് ടെൻഷനുകളിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. മാത്രമല്ല ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇത്രയും കാലം ഉള്ള എല്ലാ കുട്ടികളും എന്താണ്, വളരെ സിമ്പിളായി ഈസിയായി പാസ്സായി A+ ഒക്കെ വാങ്ങിപ്പോയി. പാവം നിങ്ങൾ എത്തിയപ്പോൾ മാത്രമാണ് ഇത്രയും വലിയ പ്രശ്നം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന്, അതായത് നിങ്ങൾ നിസ്സഹായരാണ്, നിങ്ങൾ ഇവിടെ ലോക്കായി പോയതാണ്. ആൻഡ് എനിക്കെന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കൂടെ നിൽക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് കൂടെ നിൽക്കാം. നമുക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് മെല്ലെ മെല്ലെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് തീർക്കാം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രശ്നമാണ് ഫിയർ ഓഫ് ദ അൺനോൺ. അതായത് എന്താണ്, സിലബസ് മാറിയത് കൊണ്ട് തന്നെ എവിടുന്ന് എന്ത് വേണേം വരെ, ഈശ്വര എന്താ വരിക, എങ്ങനെ വരിക, ഞാൻ എന്ത് പഠിച്ചിട്ടാണ് പോകേണ്ടത്, എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക. ആ ഒരു അവസ്ഥ ഭയങ്കര ഭീകരമാണ്. അതായത് നമുക്ക് അറിയൂല എന്താ എങ്ങനെ വരിക, എന്താ ഏതാ പഠിക്കേണ്ടതെന്നുള്ളത്. അത് ശരിക്കും നിങ്ങളുടെ ഒരു എന്താ, നിങ്ങളത് എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നുള്ളത് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് ആലോചിക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യമാണ് ഡിഫിക്കൽട്ടി അഡ്ജസ്റ്റിംഗ് സ്റ്റഡി മെത്തേഡ്സ്. അതായത് ഇതുവരെയൊക്കെ നമ്മൾ ഇന്ന രീതിയിലൊക്കെ അങ്ങ് പഠിച്ചു പോയി, അപ്പോൾ ഒക്കെ മാർക്ക് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ 8ലേക്ക് വന്നപ്പോൾ എന്താണ്, ഇതിപ്പോൾ ഓണപ്പരീക്ഷ വന്നപ്പോൾ ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോൾ ആകെ ഒരു തല കറങ്ങുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ പഠിച്ച മാതിരി തന്നെ പഠിച്ചിട്ടാണ് ഞാൻ ഓണപ്പരീക്ഷയ്ക്ക് പോയി. പക്ഷെ അങ്ങനെ പോയിട്ട് ഞാൻ എന്താ സാറേ, എന്നിട്ടും എനിക്ക് അങ്ങനെ ഒന്നും പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല. ഉറപ്പായിട്ടും അത് നിങ്ങൾ നേരിടുന്ന പ്രശ്നമാണ്. അതായത് ഇതുവരെ പഠിച്ച രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല. ഇല്ലടാ, അങ്ങനെ കിട്ടൂല. പാറ്റേൺ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. ഇതുവരെ പഠിച്ച രീതിയിലും ഇതുവരെ ചെയ്ത രീതിയിലും പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കാര്യങ്ങൾ ടൈറ്റാണ്. ആൻഡ് ലാക്ക് ഓഫ് റൈറ്റ് റിസോഴ്സസ്. അതായത് ഈ സിലബസ് മാറുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ റിസോഴ്സസ് ഒന്നും ഉണ്ടാവില്ല. എന്ത് നോക്കി പഠിക്കണം, അത് ഇത് മറ്റൊരുപാട് ഗൈഡും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ കയ്യിലുണ്ടാവും. എല്ലാം കൂടി നോക്കി അങ്ങ് പഠിച്ചാൽ മതി. ഒരുപാട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ കയ്യിലുണ്ടാവും. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് മനസ്സിലാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സിലബസ് മാറിയതുകൊണ്ട് തന്നെ ഗൈഡുകളോ അല്ലെങ്കിൽ എന്താണ് ഒരു റിസോഴ്സും നമ്മളുടെ കയ്യിലില്ല. ഇതെന്താ എവിടുന്നാ ചോദിക്കുക. ഒരു വലിയൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് സാറേ ഞങ്ങൾക്ക്, ഇതിൻ്റെ അകത്ത് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ആൻഡ് ആ ചാപ്റ്ററിൽ എവിടെ നിന്നൊക്കെ ഞങ്ങൾ പഠിക്കണം, ടെക്സ്റ്റിൽ എന്തൊക്കെയോ നീട്ടിപ്പരത്തി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ പഠിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടത്, അങ്ങനെ ആകെ എന്താണ് ഒരു തല കറങ്ങുന്ന സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളതെന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു 8ാം ക്ലാസ്സിലേക്ക് ഇങ്ങനെ ബാക്കോട്ട് പോയി ഓർത്ത് നോക്കുമ്പോൾ അന്നും ഇങ്ങനത്തെ വേറെ എന്തോ ഒരു വിഷയം ഉണ്ടായാലും എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്ത്, എനിക്ക് എന്തോ ഈ ഒരു സാധനം. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏതൊരു അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക, എന്താണ് ഇവിടെ നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, യെസ്, എല്ലാവരും കമൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ പോയ പോലെ വെറുതെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല, നമ്മൾ എവിടെ എത്തൂല. അതായത് പഠിക്കുന്ന കുട്ടിക്ക് മാത്രം മാർക്ക് കൊടുത്താൽ മതി എന്നുള്ള അവസ്ഥയിലാണ് സർക്കാർ നിൽക്കുന്നത്. അങ്ങനെ അവർ നിൽക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളൊന്നും അല്ലാണ്ടായി പോടാ, നമ്മളൊന്നും അല്ലാണ്ടായിപ്പോൾ നമ്മളുടെ സ്വപ്നവും പേരൻസിൻ്റെ സ്വപ്നവും ഒക്കെ വെറുതെ വേസ്റ്റായി പോവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഓൾറെഡി നിങ്ങളൊരു വലിയ ട്രബിളിലാണുള്ളത്. ആൻഡ് അവിടെ നിന്ന് എങ്ങനെ നിങ്ങളെ കൈ പിടിച്ച് ഉയർത്താം എന്നുള്ള ഒരൊറ്റ ചിന്തൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ പേരാണ് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. നിങ്ങൾ 8ാം ക്ലാസ്സുകാർ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത്. ആൻഡ് ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എങ്ങനെയാണ് സാധാരണ പഠിക്കുക, ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കണ്ടങ്ങ് പഠിക്കും അല്ലെങ്കിൽ കേട്ടങ്ങ് പഠിക്കും. ഇതുവരെ അങ്ങനെ പഠിച്ചു, മാർക്ക് കിട്ടി. ഇനി ആ പരിപാടി നടക്കൂല. പകരം നിങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ചാപ്റ്റർ ആണെന്ന് വിചാരിക്കും, മൊത്തത്തിലൊരു ചാപ്റ്റർ. ആൻഡ് അതിൻ്റെ ഓരോ ടോപ്പിക്കുകളാണ് ഇത്. ഇനി ഞങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ അടിയിൽ ഒരു ടോപ്പിക്ക്, ആ ടോപ്പിക്കിൻ്റെ അടിയിൽ ഒരുപാട് സബ് ടോപ്പിക്ക്. ഈ സബ് ടോപ്പിക്കുകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ 7ഉം 8ഉം ഒക്കെ മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക, അല്ലെങ്കിൽ 10-25 മിനിറ്റ് മാക്സിമം ഉള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. അപ്പം നിങ്ങൾക്ക് ബോറടിക്കാണ്ട് എന്ത് ചെയ്യടാ, ആ ഒരു വീഡിയോ കണ്ടു തീർക്കാം. നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ കണ്ടിട്ട് ഒറ്റയടിക്ക് അടുത്ത വീഡിയോയിലേക്ക് അങ്ങ് പോകാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെ പറ്റുകയല്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഏതൊരു കൺസെപ്റ്റ് ആണോ പറഞ്ഞത് ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോ എന്ന് അറിയാനുള്ള ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാവും. അതും പുതിയ പാറ്റേൺ അനുസരിച്ച് റിസർച്ച് ചെയ്തുണ്ടാക്കിയ ചോദ്യങ്ങൾ. ഇതിൽ തന്നെ ഒരു ചോദ്യം തെറ്റിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്തയിലേക്ക് അങ്ങ് പോകാൻ പറ്റും നിങ്ങൾ വിചാരിക്കും? ഒരിക്കലും പറ്റൂല. ഈ ഒരു ചോദ്യം നീ തെറ്റിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വേറെ ചോദ്യം നിനക്ക് തരും. എന്നിട്ട് അതും നീ ശരിയാക്കിയിട്ട് അത് നിനക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ മാത്രമേ എന്താണ് അടുത്ത ചോദ്യം ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ഒരുപാട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാലേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പറ്റൂ. ഇത്രയും ചോദ്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞ മുഴുവൻ കാര്യവും നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് അടുത്ത സബ് ടോപ്പിക്കിൻ്റെ അടിയിലും അതേ കാര്യമാണ് നടക്കുന്നത്. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഈ ഫുൾ വീഡിയോ അല്ലേ, ഐ മീൻ ഈ ഫുൾ ടോപ്പിക്ക് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ എന്തൊക്കെ പഠിച്ചോ അത് മുഴുവൻ തറവാക്കാനുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ എന്തുണ്ടാവും, ഈ ടോപ്പിക്കിൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ നിനക്കത് ഓരോന്ന് ഇങ്ങനെ ചെയ്ത് പോയിട്ട് ഈ ടോപ്പിക്ക് മൊത്തം ക്ലിയർ ആക്കാൻ പറ്റും. ആൻഡ് അടുത്ത ടോപ്പിക്കിലും സംഭവിക്കുന്ന എന്താ, ഇവിടെ നടന്ന സെയിം സാധനം അടുത്ത ടോപ്പിക്കിലും സംഭവിക്കുന്ന എന്താ, സെയിം സാധനം. അപ്പോൾ നീ എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് ലേൺ ചെയ്യാടാ. അതായത് വെറുതെ കണ്ടും കേട്ടും പഠിക്കുന്നതിലുപരി നീ ഇൻവോൾവ് ചെയ്യാണ് കൂടുതൽ. നിൻ്റെ മനസ്സും ശരീരവും ഒക്കെ മുഴുവനായിട്ട് നമ്മളിലേക്ക് അർപ്പിച്ചുകൊണ്ട് നീ പഠിക്കുകയാണ്. പാസീവ് ലേണിംഗ് അല്ല, ആക്റ്റീവായിട്ട് നീ ലേൺ ചെയ്യാണ്. ആ ഒരു രീതിയിൽ നീ പഠിച്ചാൽ മാത്രം, നിന്നെ പഠിപ്പിച്ചാൽ മാത്രമേ ഈ കൊല്ലം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. പാരൻസിനൊക്കെ ഒരു പ്രൗഡാക്കിയിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. സോ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഫോർ ക്ലാസ് 8 കുട്ടികൾക്ക് എന്താണ് 15-ാം തീയതി സെപ്റ്റംബർ 15 വരെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതാ 2299. ഇത്രയും ചെറിയ പൈസ നോക്കടാ. നമ്മളൊരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ എത്ര പൈസയാവും, നമ്മളൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ എത്ര പൈസയാവും, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി എത്ര ചെറിയ പൈസക്കാണ് ഒരു വർഷം നിങ്ങൾക്ക് ഇത്രയും പഠിക്കാൻ പറ്റുന്നത്. ഈ ഒരു ഇത്രയും ഡിഫിക്കൽറ്റിയിൽ നിന്നും എത്ര ചെറിയ പൈസക്കാണ് നമ്മൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു ബോധം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തിടുക. താഴെ കൊടുത്തിരിക്കുന്ന ഫോം ജസ്റ്റ് ഫില്ല് ചെയ്തിടുക. നമ്മളിങ്ങനെ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ പണ്ടൊരു കഥയുണ്ട്. അതായത് ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആള് അപ്പുറത്തെ വീട്ടിലുള്ള ആളോട് ചോദിച്ചു, പട്ടി എന്തിനാ കരയുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, പട്ടി ഒരു ആണിമല കാല് കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്നാൽ പിന്നെ ആ പട്ടിക്ക് ആ കാല് ആണിമെന്ന് എടുക്കരുതോന്ന്. അപ്പോൾ അതായത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ട്രബിളിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഊരാൻ നമ്മൾ ട്രൈ ചെയ്യണം. പട്ടി കാല് ആണിമൽ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കരഞ്ഞിക്കുക, അത് എടുക്കാൻ നോക്കുന്നില്ല. സോ നമ്മളൊരു പ്രശ്നത്തിലാണെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് കയറാനുള്ള പരിപാടിയാണ് എന്ത് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്നുള്ളത്. ആൻഡ് ഏതൊരു രീതിയിലാണ് അവിടെ പഠിപ്പിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ആൻഡ് അവിടെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് എന്താ സബ്ജക്റ്റ് വൈസ് ക്ലബ്ബുകൾ ഉണ്ടാവും. വാട്സപ്പിൽ നിങ്ങൾക്ക് എന്താ ഒരു മെസ്സിൻ്റെ ഗ്രൂപ്പ്, ഒരു വിരാട് കോഹ്ലിൻ്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവില്ലേ. അതിൽ മെസ്സിൻ്റെ ഗ്രൂപ്പിൽ ഫുള്ള് മെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വിരാട് കോഹ്ലിൻ്റെ അതും ഉണ്ടാവും. അതുപോലെ എന്താ നിങ്ങൾക്ക് മാത്സിനൊരു ക്ലബ്ബ് ഉണ്ടാവും. എന്താണ് ക്ലബ്ബ്? എല്ലാ സബ്ജക്റ്റിനും ക്ലബ്ബ്. മാത്സ് ക്ലബ്ബിൽ നിങ്ങൾക്ക് എന്താണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ തന്നെ. ഇതിൽ നിങ്ങൾക്ക് വേണ്ട സകല സാധനം, മാത്സ് ബേസിക്സ്, കൂട്ടാൻ അറിയൂല, കുറയ്ക്കാൻ അറിയൂല, ഗുണിക്കാൻ അറിയൂല, ബീജഗണിതം അറിയൂല, അല്ലെങ്കിൽ എന്താണ് ഓൾജിബ്ര എന്താണെന്ന് അറിയൂല, അങ്ങനെയുള്ള മുഴുവൻ സാധനങ്ങൾ ഓരോ ദിവസമായിട്ട് നിങ്ങൾ തന്നുകൊണ്ടിരിക്കും. ആൻഡ് ഒരു ഹിന്ദി ക്ലബ്ബ് ഉണ്ടാവും ഉറപ്പായിട്ടും. അതിൽ ഹിന്ദി അക്ഷരം പോലും അറിയാത്ത കുട്ടികളെ A+ എത്തിക്കാനുള്ള സാധനങ്ങൾ നമ്മൾ തന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിനും ക്ലബ്ബുകൾ. ആൻഡ് എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യമാണ് ഡിസംബർ. എന്താണ് ഡിസംബർ ആകുമ്പോഴേക്ക് നമ്മൾ മുഴുവൻ പോർഷൻ കംപ്ലീറ്റ് ചെയ്യും. അതായത് നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രഷ് ബാച്ചിലാണ് ജോയിൻ ആവുക. ആൻഡ് അവിടെ നിങ്ങൾക്ക് ആദ്യം എന്താ ഓണം എക്സാമിന് ശേഷമുള്ള മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച് തരും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഓണം എക്സാമിൻ്റെ മുന്നുള്ളതും പഠിക്കും. എന്തായാലും ഡിസംബർ ആകുമ്പോഴേക്ക് മുഴുവൻ നമ്മൾ പഠിച്ചു തീരും. അതായത് ക്ലാസ്സിലൊന്നും ഒരു കുട്ടിയും പഠിച്ചു തീരാത്ത ടൈമിൽ നമ്മൾ പഠിച്ചു തീരും. എന്നിട്ട് നമ്മളെന്താ ആദ്യം മുതൽ റിവിഷൻ നടക്കും. ജനുവരി ആകുമ്പോൾ എന്താ നമ്മൾ റിവിഷൻ അങ്ങ് തുടങ്ങും. മറ്റുള്ളവർ പഠിച്ച് തീർക്കാൻ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവിടെ റിവിഷൻ ചെയ്ത് പവറാക്കും. അത്രയ്ക്ക് പവർഫുള്ളായിട്ട് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ചുമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. സോ ഈ ഒരു അവസരം നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇത് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരാൻ പോകുന്ന എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കരുത് സാറേ, ഞാൻ അന്ന് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ചിലപ്പോൾ നമുക്ക്
ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയി പോയിട്ടുണ്ടാവും, കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. സോ ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇപ്പം തന്നെ താഴെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഫോം ഞാൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നീ ഒന്ന് എന്ത് ചെയ്യും, ആ ഒരു കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്നിട്ട് ആലോചിക്കാം ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ. നിനക്ക് ഇപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ നീ നിൻ്റെ ലൈഫിനെ കുറിച്ച് സീരിയസ് ആണെങ്കിൽ, വരാൻ പോകുന്ന നിൻ്റെ എക്സാമുകളെ കുറിച്ച് സീരിയസ് ആണെങ്കിൽ, നിൻ്റെ പാരൻസിനെ കുറിച്ച് സീരിയസ് ആണെങ്കിൽ, അവരുടെയും നിൻ്റെയും ഡ്രീമിനെ കുറിച്ച് നീ സീരിയസ് ആണെങ്കിൽ ഇപ്പം തന്നെ എന്താ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഫോം ഇതാ താഴെ ഫില്ല് ചെയ്യുക. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. സോ അത്ര മാത്രമേ പറയാനുള്ളൂ. സി യു.